ട്രാവൽ ഏജൻസി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാവൽ ഏജൻസി എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ. സോ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടാണ് ഈ വീഡിയോ. ട്രാവൽ ഏജൻസീസ് അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ടൈപ്സ് ഓഫ് ട്രാവൽ ഏജൻസീസ് ആണ് നമ്മൾ നോക്കുന്നത്. രണ്ട് രീതിയിലാണ്. ഒന്ന് ഹോൾസെയിൽ ട്രാവൽ ഏജൻസി, രണ്ട് റീറ്റെയിൽ ട്രാവൽ ഏജൻസി. റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിൽ ട്രാവൽ ഏജൻസി സെൽസ് ടൂറിസ്റ്റ് products directly to the public on behalf of product suppliers and in return get commission. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ സാധാരണ പറയുന്നത് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. അതുപോലെ തന്നെ ട്രാവൽ ഏജൻസീസും അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് റീറ്റെയിൽ ട്രാവൽ ഏജൻസിയും ഹോൾസെയിൽ ട്രാവൽ ഏജൻസി. റീറ്റെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവരുടെ ക്ലയൻസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഡയറക്റ്റ്ലി ക്ലയൻസുമായിട്ടുള്ള ഓപ്പറേഷൻസ് കൂടുതലായിരിക്കും. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ അടുത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് കസ്റ്റമേഴ്സായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഹോൾസെയിലേഴ്സ് ആണെങ്കിൽ ഈ റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ബൾക്കായിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ട്രാവൽ ഏജൻസി തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ. So a retail travel agency sells tourist products directly to the public on behalf of product suppliers and in return get a commission. അപ്പോൾ അത് വിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന എന്താ, ഒരു കമ്മീഷനാണ്. സോ ഇത് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് സെല് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൂർ പാക്കേജ് ആയിരിക്കും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ. അപ്പോൾ അതെന്ത് ചെയ്യും വെച്ചാൽ ഇവരെടുക്കും. അപ്പോൾ ഇവരിത് എത്രത്തോളം മാർക്കറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആ പർട്ടിക്കുലർ പാക്കേജ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ഈ റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യും, കമ്മീഷൻ കിട്ടുന്നു. അതാണ് അവരുടെ മെയിൻ വരുമാനം. സം പാക്കേജ് ടൂർ ഇസ് സോൾഡ് ഇൻ 2 ways ഓൺ കമ്മീഷൻ ബേസിസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ പാക്കേജ് ടൂറുകൾ മെയിനായിട്ട് സെല് ചെയ്യുക എന്നുള്ളതാണ് റീറ്റെയിൽ ട്രാവൽ ഏജൻസീസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് രീതിയിൽ, ഒന്ന് കമ്മീഷൻ ബേസിസിലും പിന്നെ മാർക്കറ്റ് പ്രൈസും. കമ്മീഷൻ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇത്ര പിന്നെ ഈ ടൂർ പാക്കേജ് ഇത്ര സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ഡീൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം കമ്മീഷൻ എന്നുള്ളത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്യും. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലെ തന്നെയാണ്. സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് കോസ്റ്റ് പ്രൈസ്, പിന്നെ സെല്ലിംഗ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്. 3 കാര്യങ്ങളാണ് സാധാരണ പറയാറ് നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മൊത്തം ചിലവായിട്ടുള്ള പൈസ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെല്ല് ചെയ്യണത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് നമുക്ക് വേണോ അത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് പ്രൈസ് സെറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ടുകളൊക്കെ കൊടുക്കാം. എന്നിട്ട് ആ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം കിട്ടുന്ന ഫൈനൽ പ്രൈസാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് സാധാരണ കോസ്റ്റ് പ്രൈസ്,
സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇപ്പോൾ 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 10% ലാഭം വേണമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 10% നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക ലാഭമായിട്ട്. അപ്പോൾ 100ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10 രൂപ. അപ്പോൾ 100 + 10 110. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസായിട്ട് വെക്കുന്നത് വിചാരിക്കാം. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത്രയും നല്ല ക്ലയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള കമ്മീഷൻ കൊടുക്കാം. അപ്പോൾ ഈ 110ൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. നമുക്ക് അത്രയും അടുത്ത ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ 110 എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയായാലും നമുക്ക് ലാഭമായിരിക്കും. അപ്പോൾ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ, അത് ഈ 100നും 110നും ഇടയിലായിരിക്കും. അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. സോ ദാറ്റ് ഈസ് കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് relation. When a travel agency sells a tour on market price, it means that first it mark up the cost of the tour and sell it at a higher rate. അതാണ്. അപ്പം മാർക്കറ്റ് പ്രൈസിലാണ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ മാർക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം, നേരത്തെ പറഞ്ഞു. ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ ഹയർ റേറ്റ് എന്നുള്ളതാണ്. The markup price is the difference between retail price and wholesale cost. അപ്പം കോസ്റ്റിൻ്റെയും അതുപോലെ റീറ്റെയിൽ പ്രൈസിൻ്റെയും, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും റീറ്റെയിൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുന്നത്. According to Airline Reporting Corporation, a retail travel agency is defined as business that performs the following functions: quote fares, rates, make reservations, arrange travel tickets and accommodation, arrange travel insurance, foreign currency documents and accept payments. അപ്പോൾ സാധാരണ എല്ലാ ട്രാവൽ ഏജൻസീസും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, കോഡ് ഫെയേഴ്സ് ആൻഡ് റേറ്റ്സ്, അതായത് ഓരോ ടൂറിസിനും അല്ലെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് ആണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് ഫെയർ അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ റിസർവേഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ടിക്കറ്റ് റിസർവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ട്രാവൽ ടിക്കറ്റ്സ് അതുപോലെ അക്കോമഡേഷൻ കൊടുക്കുക. ദെൻ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ലോസ് സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ലഗേജസ് നഷ്ടപ്പെടുക, ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ തെഫ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ലോസ് സംഭവിക്കുക, ഇപ്പോൾ കത്തിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ലോസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഫോറിൻ കറൻസി ഡോക്യുമെൻറ്റ്സ് ആൻഡ് ആക്സെപ്റ്റ് പേയ്മെൻറ്റ്സ്, ഇപ്പോൾ പറഞ്ഞ പോലെ പുറത്തേക്കൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ കറൻസി നമ്മുടെ കയ്യിൽ വേണം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ട്രാവൽ ഏജൻസീസ് ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ്. റീറ്റെയിൽ ട്രാവൽ ഏജൻസി ബിസിനസ് കൺസിസ്റ്റ് ഓഫ് ദി activities involved in selling tourism products or services directly to the tourist and performs normal functions such as issuing air tickets. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നടത്തുന്നത് റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ് ആണ്. The main source of revenue for the retail travel agency is the commission received from vendors. However, the rate of commission differs from organization to organization. അപ്പോൾ മെയിനായിട്ട് റീറ്റെയിൽ ട്രാവൽ ഏജൻസീസിൽ അവരുടെ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കമ്മീഷനാണ്.
കാരണം ഇവരുടെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഹോൾസെയിൽ ട്രാവൽ ഏജൻസീസിൻ്റെ വലിയ കമ്പനീസിൻ്റെ പ്രൊഡക്ട്സ് ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൂർ പാക്കേജസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസ് ഓഫ് ടിക്കറ്റ് റിസർവേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഈ റീറ്റെയിൽ ട്രാവൽ ഏജൻസീസിന്, അല്ലെങ്കിൽ റീറ്റെയിൽ ട്രാവൽ ഏജൻസീസുമായിട്ട് ഹോൾസെയിൽ ട്രാവൽ ഏജൻസീസ് ഒരു ഡീൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് എത്രത്തോളം റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ് മാർക്കറ്റ് ചെയ്യുന്നു, വിൽക്കുന്നതിനനുസരിച്ചിട്ട് അവർക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് കമ്മീഷൻ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. ട്രാവൽ ഏജൻസി റിസീവ്സ് 95% ഓഫ് റവന്യൂ ഫ്രം കമ്മീഷൻ ആൻഡ് ദ റിമൈനിങ് 5% ഫ്രം കൺസൾട്ടൻസി സർവീസ് ആൻഡ് അതേഴ്സ്. അപ്പോൾ 95%ഉം ഇതുപോലെ കമ്മീഷൻ എന്നാണ് കിട്ടുന്നത്. പിന്നെ മറ്റുള്ള രീതിയിൽ കൺസൾട്ടൻസി സർവീസുകൾ കൊടുക്കുന്നതിലും റെസ്റ്റ് റവന്യൂ കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി ഹോൾസെയിൽ ട്രാവൽ ഏജൻസി. These agencies are specialized in organizing package tours which are marketed to customers or tourists through the network of retail travel agency or directly to the prospective clients if wholesale travel agency has a retail agent. അപ്പോൾ അതാണ് ചെറിയ വ്യത്യാസമുള്ളത്. ഹോൾസെയിൽ ട്രാവൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ പ്രൊഡക്ട്സ് ത്രൂ റീറ്റെയിൽ നെറ്റ്വർക്ക്, റീറ്റെയിൽ ട്രാവൽ ഏജൻസീസിൻ്റെ നെറ്റ്വർക്ക് വഴിയാണ് അവർ അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് സ്ലൈറ്റ് ഡിഫറൻസ്. ഓർ ഡയറക്ട്ലി ടു ദ പ്രോസ്പെക്റ്റീവ് ക്ലയൻസ്. പിന്നെ ആ ഹോൾസെയിൽ ട്രാവൽ ഏജൻസീസിന് തന്നെ അതിൻ്റെ റീറ്റെയിൽ വിഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സായിട്ട് ഇത് സെല് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഹോൾസെയിൽ ട്രാവൽ ഏജൻസി പർച്ചേസസ് ടൂറിസ്റ്റ് പ്രൊഡക്ട്സ് കമ്പോണൻസ് ഇൻ ബൾക്ക് ആൻഡ് ഡിസൈൻസ് ടൂർ പാക്കേജ്. നമ്മൾ സാധാരണ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ടൂർ പാക്കേജസ് ഒക്കെ എടുക്കുന്നു, പിന്നെ അത് ഡിസൈൻ ചെയ്യാം, അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ടൂറിസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ദേ അസംബിൾ പാക്കേജ് ഹോളിഡേയ്സ് ആൻഡ് സെൽ ദം ടു ക്ലയൻസ് ത്രൂ റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ത്രൂ റീറ്റെയിൽ ട്രാവൽ ഏജൻസീസ് വഴി സെല് ചെയ്യുക എന്നുള്ളതാണ് ഹോൾസെയിൽ ട്രാവൽ ഏജൻസീസ് ചെയ്യുന്നത്. Features and importance of travel agency. Travel agency plays an important role in the travel sector business. Some important features and importance of travel agency business are following. അപ്പോൾ ട്രാവൽ സെക്ടർ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട് ട്രാവൽ ഏജൻസീസ്. അപ്പോൾ അവരുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ ക്ലയൻസ് ആൻഡ് ദ പ്രിൻസിപ്പൽ സപ്ലയേഴ്സ്. അപ്പോൾ നമുക്കറിയാം ക്ലയൻസും അതുപോലെ സപ്ലയേഴ്സും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തത് ഇമേജ് ബിൽഡറാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ടൂറ് ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കൺസൾട്ട് ചെയ്യുന്നത് ട്രാവൽ ഏജൻസീസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടെ പോകാനുള്ള എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവിടുത്തെ ജീവിതം എങ്ങനെയാണ്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് ധാരണ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ആഫ്റ്റർ ദി കൺസൾട്ടേഷൻ വിത്ത് ട്രാവൽ ഏജൻസീസ്. അപ്പോൾ അവർ പറയുന്ന പോലെ ആയിരിക്കും നമുക്ക് അതിനെ പറ്റിയുള്ള ധാരണ. കാരണം നമ്മൾ പോവാത്തൊരു സ്ഥലമായിരിക്കും, ഒരു പർട്ടിക്കുലർ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പോൾ ക്ലയൻസിൻ്റെ ഇടയിൽ ഈ രീതിയിലൊരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനും ഇവർ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇമേജ് ബിൽഡർ എന്ന് പറയും. എൻഷുവേഴ്സ് റാപ്പിഡ് ട്രാവൽ സർവീസസ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ട്രാവൽ സർവീസസ് എൻഷുർ ചെയ്യുന്നു അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുന്നു. പ്രൊവൈഡർ ഓഫ് ഓതൻറ്റിക് ആൻഡ് ട്രാവൽ ഇൻഫർമേഷൻ. അതുപോലെ എല്ലാ രീതിയിലുള്ള ഓതൻറ്റിക് ആയിട്ടുള്ള ട്രാവൽ ഇൻഫർമേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ് ആൻഡ് വെൻഡേഴ്സ്. ക്ലയൻസും അതുപോലെ പ്രൊഡക്ട്സിൻ്റെ സപ്ലയേഴ്സ് ഇവ തമ്മിലുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് ട്രാവൽ ഏജൻസി കണ്ടിന്യൂഷനാണ്. ടുഡേ ട്രാവൽ ഏജൻസീസ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് എ വൈറ്റൽ component of travel tourism and become integral part of the travel and tourism industry and globally. They account for more than 90% of international and 70% of domestic tourist traffic എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ്
പാർട്ടാണെന്നുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല. They account for more than 90% of international 70% of domestic tourist traffic. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാഫിക്കിൻ്റെ 90%ഉം ത്രൂ ട്രാവൽ ഏജൻസീസ് വഴി അല്ലെങ്കിൽ ത്രൂ ട്രാവൽ ഏജൻസീസിൻ്റെ കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്നുള്ളതാണ്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ട്രാഫിക്കിൻ്റെ 70%. Further, more than 60% of all travel agency revenues are drawn from business travel. Most travel agencies sell both commercial and leisure travel, but there are many travel agencies that only specialize in one sector or the other. പിന്നെ ട്രാവൽ ഏജൻസീസിൻ്റെ റവന്യൂസിൽ മോർ ദാൻ 60% ബിസിനസ് ട്രാവൽ അല്ലെങ്കിൽ ബിസിനസ് ടൂർസിൽ വഴിയാണ്, അല്ലെങ്കിൽ ബിസിനസ് ടൂറുകൾ വഴിയാണ് 60% ട്രാവൽ ഏജൻസീസിനും റവന്യൂസ് വരുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം പലതരം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്കറിയാം ലോകത്തിൽ ഇഷ്ടംപോലെ ആളുകൾ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം പറയുന്നത് ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ എമൗണ്ട് റവന്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ വോളിയം കൂടുതലാണ് ബിസിനസ് ടൂറുകളിൽ നടത്തുമ്പോൾ. കാരണം അവർ അത്രത്തോളം വില്ലിങ് ആയിരിക്കും, കാരണം അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ബിസിനസ്സുകാർ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്രയും വലിയ പാക്കേജ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വോളിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ലേഷർ ട്രാവലുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ലേഷർ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാധാരണ ടൂറുകൾ, എല്ലാ രീതിയിലുള്ള പ്രൊഡക്ട്സും അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. പിന്നെ ദർ ആർ സർട്ടൺ സ്പെഷ്യൽ ട്രാവൽ ഏജൻസീസ്, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രം അവരുടെ പ്രൊഡക്റ്റുള്ള ട്രാവൽ ഏജൻസീസും ഉണ്ട്. അതായത് ഇപ്പോൾ ലേഷർ ട്രിപ്സ് മാത്രം, അതായത് വിനോദ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ട്രാവൽ ട്രാവൽ ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആൾക്കാർ. അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. നേരത്തെ പറഞ്ഞ ടിക്കറ്റ് റിസർവേഷൻ, അവർക്ക് വേണ്ടി മാത്രമുള്ള പാക്കേജുകൾ, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു തരത്തിലുള്ള ട്രാവൽ ഏജൻസീസ് പറയുകയാണെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അത്തരത്തിലുള്ള കുറച്ച് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ഓപ്പറേഷൻ ഓഫ് ഈച്ച് ട്രാവൽ ഏജൻസി ഈസ് ബേസ്ഡ് ഓൺ ദ സ്കോപ്പ് ഓഫ് ഹിസ് ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ സൈസ്. അപ്പോൾ ഓരോ ട്രാവൽ ഏജൻസീസിൻ്റെയും ഫങ്ഷൻസ്, അപ്പോൾ അത് മെയിനായിട്ട് അവരുടെ ഓർഗനൈസേഷണൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്, അതിൻ്റെ സ്കോപ്പിനെ. ഫങ്ഷൻസ് ഒന്ന് ട്രാവൽ ഇൻഫർമേഷൻ, നമുക്കറിയാം ട്രാവൽ ഏജൻസീസിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് പ്രൊവൈഡ് ട്രാവൽ ഇൻഫർമേഷൻ, അപ്പോൾ എല്ലാ രീതിയിലുള്ള യാത്രക്കാർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ട്രാവൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ട്, ഇറ്റിനററി പ്രിപ്പറേഷൻ. ഇറ്റിനററി എന്ന് പറഞ്ഞാൽ അതായത് ഒരു പർട്ടിക്കുലർ പാക്കേജ് ടൂറാണെന്നുണ്ടെങ്കിൽ ആ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആ ടൂർ എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, ഇതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ പ്ലാൻ, ഇതിനാണ് നമ്മൾ ഇറ്റിനററി എന്ന് പറയാം. ITINERARY ആണ്, ഇതിലൊരു എ കൂടി പോയിട്ടുണ്ട്. ഇറ്റിനററി പ്രിപ്പറേഷൻ. സോ അതാണ് ഒരു പർട്ടിക്കുലർ പ്ലാനാണ്, നമ്മൾ ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്ലാൻ, എവിടെയൊക്കെ പോകുന്നു, അതാണ് മെയിനായിട്ട്. ദെൻ ടിക്കറ്റിംഗ് ആൻഡ് റിസർവേഷൻ, നമുക്കറിയാം എല്ലാ രീതിയിലുള്ള ടിക്കറ്റിംഗ്, യാത്ര ചെയ്യാനായിട്ടുള്ള ടിക്കറ്റുകൾ. ഇപ്പം വിനോദസഞ്ചാരം ആണ് മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോകുമ്പോൾ അവിടെയുള്ള ബുക്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റിസർവേഷൻ. ദെൻ ടൂർ പാക്കേജിങ് ആൻഡ് കോസ്റ്റിംഗ്, ടൂർ പാക്കേജുകൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക,
ദെൻ കോസ്റ്റിങ്, അവയുടെ എത്രത്തോളം ചിലവ് വരും, അപ്പോൾ അതിനനുസരിച്ച് ആ പാക്കേജുകൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് സെറ്റ് ചെയ്യുക. ദെൻ ട്രാവൽ ഇൻഷുറൻസ്, നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് സംഭവിക്കാനിടയുള്ള നഷ്ടങ്ങൾ, അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് ഇവരുടെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ട്രാവൽ ഏജൻസീസ് 2 ടൈപ്പ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പിന്നെ അവരുടെ ഫങ്ഷൻസ്, ദെൻ ഹോൾസെയിൽ റീറ്റെയിൽ തമ്മിലുള്ള സ്മോൾ ഡിഫറൻസസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.